എങ്ങനെയുണ്ട് പിണറായി സർക്കാർ എന്ന ചോദ്യത്തിന്റെ കൂടി കേരളം ചിന്തിക്കുന്നു. എങ്ങനെയുണ്ട് പിണറായി സർക്കാർ എന്ന് നേരിട്ടുള്ള ചോദ്യത്തിന് കേരളം പറയുന്നത് കേൾക്കൂ. വളരെ വളരെ മികച്ചതെന്ന് 5.7%, മികച്ചതെന്ന് 13.1%, കേവലം 18.8% പേർക്ക് പിണറായി സർക്കാരിനെ കുറിച്ച് അഭിപ്രായമുള്ളൂ. ശ്രീ ഹസ്കർ, അതായത് വളരെ മോശമെന്നും പറയുന്നത് 48.4%. അതായത് കൊള്ളാമെന്ന് പറയുന്നവരുടെ ഇരട്ടി മോശമാണെന്ന് പറയുന്നു പിണറായി സർക്കാർ. നോക്കൂ ഹസ്കർ, ഇതാണ് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമായി മാർക്ക് ചെയ്യപ്പെടുന്നത്. അല്ല, സ്വാഭാവികമായും 2 തവണ തുടർച്ചയായി അധികാരത്തിലെത്തുന്ന ഏതൊരു ഗവൺമെന്റിനെതിരെയും ഇത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരങ്ങളുണ്ടാവും. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് 2ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നത്. അപ്പോൾ ആ തരത്തിൽ ആ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ സാമ്പത്തിക മാന്ദ്യം വലിയൊരു തരത്തിൽ ബാധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളും അതുപോലെ അത്തരത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ സാമ്പത്തിക പ്രാതിനിധ്യവും ലഭിക്കാത്തതിന്റെ പേരിൽ പല പദ്ധതികളും ഒരുപക്ഷെ ഇഴഞ്ഞു നീങ്ങുന്ന സർക്കാർ ഉയർത്തുമ്പോൾ അതിനെയും തള്ളുന്നുണ്ട്. അടുത്ത ചോദ്യമായി വരുന്നുണ്ട് ശ്രീ ഹസ്കർ. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്റെ അതൊക്കെ പറഞ്ഞേക്കാം. ശരി, അതായത് നിങ്ങൾ പരാജയമാണെന്ന് പറയുന്നത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണല്ലോ. സംസ്ഥാന സർക്കാരിന്റെ പരാജയം കൊണ്ടാണ് സർക്കാർ ഇവിടെ കാശില്ലാത്തതെന്നാണ് 48.4% പേർ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ നയമാണെന്ന് പറയുന്നത് അതിന്റെ പകുതി മാത്രമാണ്. 29.9%, ഏകദേശം പകുതി. അതെ. ഒരുപക്ഷെ നിങ്ങൾ ഇത് കേരള സംസ്ഥാന സർക്കാർ ഇത് വളരെ കാലങ്ങളായി ആവർത്തിച്ചു പറയുകയും കേരളത്തിലെ 18 എംപിമാർ, UDFന്റെ 18 എംപിമാർ ഇതിനെ സംബന്ധിച്ച് പാർലമെന്റിലോ പുറത്തോ ഒരു വാക്ക് പോലും ഉന്നയിച്ചിട്ടില്ല. അവിടെയാണ് പ്രശ്നം. കേരളത്തിലെ 18 എംപിമാർ അവർ ഒരു തരത്തിൽ പോലും ഈ വിഷയം ഉന്നയിച്ചു. അവർക്കെല്ലാം നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. കേരളത്തിനു വേണ്ടി പാർലമെന്റിൽ സംസാരിക്കാതെയും കേരളത്തിനു വേണ്ടി സംസാരിക്കാതിരിക്കുകയും ചെയ്തു എന്നിടത്താണ് ഒരു വലിയ പ്രശ്നം. അതായിരിക്കും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായി കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കാൻ. അങ്ങനെ ചർച്ചയ്ക്ക് വെക്കേണ്ട. കാരണം വെച്ചാൽ നേരത്തെ തന്നെ നിങ്ങൾ അത് ചർച്ചയ്ക്ക് വെച്ചു ശ്രീ ഹസ്കർ. അതായിരുന്നു നവകേരള സദസ്സ്. കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ചരിത്രത്തിൽ ആദ്യമായി ഒരു എൻറ്റയർ ക്യാബിനറ്റ് കേരളത്തിലുടനീളം യാത്ര ചെയ്തിട്ട് ജനങ്ങളോട് പറയാൻ ശ്രമിച്ച കാര്യം എന്താണ്? കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു. ആ ഞെരുക്കുന്നു എന്ന് പറയുന്ന വാദത്തിന് അംഗീകാരം കിട്ടിയോ എന്ന് ഞങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ മറുപടി കൂടി കാണാം ഹസ്കർ. നവകേരള സദസ് ആവശ്യമായിരുന്നു എന്ന് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ചോദിച്ചു. അതിൻ്റെ ആൻസർ എന്താണെന്ന് അറിയാമോ? 73.5% പേർ, 73.5% പേർ. അതായത് അതെ, അത്രയും ആളുകൾ ഇത് വേണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നവകേരള സദസ്സിനെ കേരളം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, കേന്ദ്രമാണ് കേരളത്തെ സാമ്പത്തികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആർഗ്യുമെന്റ് ബോധ്യപ്പെടുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക്. ഇനിയിപ്പോൾ UDF എംപിമാർ ഈ പാർലമെന്റിൽ പോയി ഇത് സംസാരിച്ചില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇഫക്റ്റ് ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഉണ്ണിബാലകൃഷ്ണൻ ഒരു പോയിന്റ് അദ്ദേഹം പറഞ്ഞതിൽ വലിയ അപകടമുണ്ട്. എല്ലാ സാഹചര്യവും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഹസ്കർ ഒന്ന് അടങ്ങുമോ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ രാജു പിന്നാർ. പറഞ്ഞോളൂ. നോക്കൂ ശ്രീ ഹസ്കറിന്റെ അഭിപ്രായം 20 എംപിമാരിൽ 18 പേര് കേരളത്തിൽ സംസാരിച്ചില്ല. അത് വസ്തുതാവിരുദ്ധമാണ്. NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള എംപിമാര് കേരളത്തിൽ, കൊടിക്കുന്നിൽ സുരേഷ്, ജെബി മേത്തർ ഉൾപ്പെടെ ലോക്സഭ രാജ്യസഭയാണ് അത് ഉയർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പഠിപ്പിക്കട്ടെ. പക്ഷെ പ്രശ്നം അറിയോ? എന്തുകൊണ്ട് MM ഹാരിഫിനെയും കോട്ടയത്ത് തോമസ് ചാഴിക്കാടിനെയും തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് ഹസ്കർ പറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ 2 പേര് കേരളത്തിന്റെ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ പറയുന്ന ഈ കേന്ദ്ര നയത്തിന്റെ താല്പര്യം ലോക്സഭയിൽ ഉന്നയിച്ച കാര്യം പറയാം ഹസ്കറെ. അതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുകയാണ് AM ഹാരിഫിനെയും തോമസ് ചാഴിക്കാടിനെയും തെരഞ്ഞെടുക്കരുത്, കാരണം ഈ സംസ്ഥാനത്തിന്റെ താല്പര്യം ലോക്സഭയിൽ സംസാരിക്കാൻ അവർ പരാജയപ്പെട്ടു എന്നു കൂടിയുള്ള അഡ്മിഷനാണ് ഹസ്കറിന്റെ വാദം. എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. ഹസ്കർ കുറച്ച് കൂടുതൽ സമയം സംസാരിക്കണം ഈ 2 വിഷയങ്ങളിൽ. ഇടയ്ക്കൊക്കെ നമ്മൾ തടസ്സപ്പെടുന്നുണ്ട്. ഹസ്കർ കുറച്ച് കൂടുതൽ സമയം ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് പോയിന്റ് വ്യക്തമാക്കണം. ഈ സർക്കാരിനെതിരായിട്ടുള്ള ഈ ഭരണവിരുദ്ധ വികാരത്തെ വിശദീകരിക്കാൻ ഹസ്കറിനെ കഴിയൂ. അതെ, അതുകൊണ്ട് ഹസ്കർ സംസാരിച്ചോളൂ. അങ്ങനെയല്ല, സംസ്ഥാന സർക്കാരിന് സ്വാഭാവികമായിട്ടൊരു ആന്റി ഇൻക്യുബേഷൻ ഫാക്ടർ ഏത് ഗവൺമെന്റിനെതിരെയും ഉണ്ടാവും.
അത് സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. പക്ഷെ ഒരിക്കലും ഈ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലായി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാമില്ല. അതിൽ വലിയ വിശാലമായിട്ടുള്ള ആകാശം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. അത്തരത്തിൽ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുക എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് കേന്ദ്രം നടത്തുന്ന സാമ്പത്തികമായി കേരളത്തെ ഇത്രയേറെ ഞെരുക്കിക്കൊന്നിട്ടുള്ള മറ്റൊരു കാലഘട്ടമില്ല. ആ കാലഘട്ടത്തിനെ അനുസരിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒരുപക്ഷെ അത് ബോധ്യപ്പെടുന്നതിന് കേരളത്തിൽ ഉദാഹരണത്തിന് ഇന്ധന വില വർധനവ് രാജ്യത്തിൻ്റെ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിന് ഏറ്റവും പരമപ്രധാനമായ അല്ലെങ്കിൽ അതൊരു നിദാനമായ കാരണമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല കേരളത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഒരു തരത്തിലും അങ്ങനെ അങ്ങ് വിശ്വസിക്കാനാവില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു അവബോധമുണ്ട്. അത് പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ പ്രചരണങ്ങൾ വലുതായി തരത്തിൽ വരും. മാത്രമല്ല പാർലമെൻറ്റിൽ 18 എംപിമാർ എന്തു ചെയ്തു എന്നിടത്ത് ചോദിക്കുന്നിടത്ത് പ്രേമേന്ദ്രൻ എന്നെ പോലുള്ള ഒരു MP അദ്ദേഹം BJPയുടെ വിരുന്നിന് പ്രധാനമന്ത്രിയുടെ വിരുന്നിനടക്കം പോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്താൻ പോകുന്ന ഒരു വസ്തുത തന്നെയാണ്. മാത്രമല്ല സഖാവ് AM ആരിഫ് പാർലമെന്റിനുള്ളിൽ കേരളത്തിനു വേണ്ടി സംസാരിച്ചിട്ടുള്ള എത്രയെത്ര മുഹൂർത്തങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. സാമ്പത്തികമായി കേരളത്തെ ഞെക്കിക്കൊല്ലുന്ന ഘട്ടത്തിൽ AM ആരിഫിന്റെ പാർലമെന്റ് പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. അദ്ദേഹം ഇതിനൊപ്പം തന്നെ ഇടതുപക്ഷ മനസ്സോട് അവസാനിച്ചിരിക്കുന്നത് ദില്ലി ചലോ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുമോ എന്നത് നമുക്ക് ഈ സർവേയിലൂടെ അളന്നെടുക്കാനും കഴിയില്ല. സംസ്ഥാന സർക്കാരിന്റെ ദില്ലിയിൽ നടത്തിയ പ്രതിഷേധത്തിന് മുൻപാണ് ഈ സർവേയുടെ പീരീഡ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ